ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ദൈവത്തിലെ ഓരോ സത്യങ്ങൾ കഥയുടെ രൂപത്തിൽ ആൻറ്റി പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന് നമുക്ക് ബാബേൽ ഗോപുരം പണിതതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം കേട്ടോ. അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു വാക്യം പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ദൈവം നോഹയും അവൻ്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചു. അവരോട് അരുളി ചെയ്തെന്തെന്നാൽ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവി. ഈസി ആയിട്ടുള്ളൊരു വാക്യമാണ്. ദൈവം നോഹയെ അവൻ്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചിട്ട് അവരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവി. നമുക്കൊന്നും കൂടെ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 9-ന്റെ 1-ാം വാക്യം. ദൈവം നോഹയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു അവരോട് അരുളി ചെയ്തെന്തെന്നാൽ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവി. യഹോവയായ ദൈവം ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചു. ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചതിന് ശേഷം യഹോവ ആദാമിനോട് പറഞ്ഞു, ആദാമിനെ തൻ്റെ യഹോവയുടെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പാകെ വിലയേറിയതാണ്. അതുകൊണ്ട് ദൈവം മനുഷ്യനോട് പറഞ്ഞു, ദൈവസ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് ദൈവസ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് അതുകൊണ്ട് ദൈവം മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിമേലും സകല ഭൂചരജന്തുമേലും വാഴുവിൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യമാണത്. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരെ പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിമേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ. അപ്പോൾ ദൈവം അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പെരുകി ഭൂമി മുഴുവനും നിറയുക. അതിനുശേഷം മനുഷ്യൻ പാപം ചെയ്തു അല്ലേ. പാപം ചെയ്ത് സാത്താൻ പറഞ്ഞത്, പാമ്പ് പറഞ്ഞത് കേട്ട് ചെയ്യരുതാത്ത അനുസരണക്കേട് കാണിച്ച ഒരു പാവികളായിട്ട് തീർന്നു. ദൈവം അവർക്ക് ഡ്രസ്സൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം ദൈവം അവരെ സ്നേഹിച്ചു, അവരെ കരുതി. ഇതെല്ലാമായിട്ടും വീണ്ടും അവർ പാപം ചെയ്തു. അവരുടെ പാപം യഹോവ അനുദപിക്കത്തക്കവണ്ണം അവർ പാപം ചെയ്ത് ദൈവത്തെ ഉപദ്രവിച്ചു എന്ന് നമുക്ക് കാണുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ജലപ്രളയം ഉണ്ടായി. ജലപ്രളയത്തിൽ നോഹയുടെ പുത്രന്മാരായ സേമും ഹാമും യാഫേത്തും മാത്രം രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരെല്ലാം വെള്ളത്താൽ നശിച്ചു പോയി. അങ്ങനെ വെള്ളത്താൽ നശിച്ചു പോയതിന് ശേഷം ദൈവം ആ പെട്ടകത്തിൽ നിന്ന് നോഹയും കുടുംബമൊക്കെ പുറത്തിറങ്ങി വന്നു. അതിനുശേഷം വീണ്ടും ദൈവം നോഹയും അവൻ്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ പെരുകുവിൻ. നിങ്ങൾ ഭൂമിയിൽ പെരുകി ഭൂമിയിൽ നിറവിൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയ മനുഷ്യരാണ്. അവർ ഭൂമിയിൽ സന്താനപുഷ്ടിയുള്ളവരായി പെരുകേണ്ടത് ആവശ്യമാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അവരോട് പറഞ്ഞത് ഭൂമിയിൽ നിറയുവാനാണ്. എന്നാൽ അവർ കുറച്ച് യാത്രയൊക്കെ ചെയ്ത് സിനാർ ദേശത്ത് എത്തി. അവിടെ കണ്ട് ഒരു വലിയ സമഭൂമി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിടക്കുന്ന ഭൂമി, നല്ല ഭൂമി കണ്ടപ്പോൾ അവർക്ക് തോന്നി, ഇന്ന് ഫ്ലാറ്റൊക്കെ നമുക്കറിയാലോ, 10-12 നില കെട്ടിടമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരങ്ങനെയല്ല, ഒത്തിരി ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടി മുഴുവനും താമസിക്കത്തക്കതായിട്ടുള്ള ഒരു ഫ്ലാറ്റ്, ഒരു വലിയ കെട്ടിടം അവർ പണിയാനായിട്ട് അവർ പ്ലാനിട്ടു. അതിനുശേഷം അവരെന്ത് ചെയ്തു? അവർ ഇഷ്ടിക കല്ലായും പശുമണ്ണ് കുമ്മായമായി ഉപയോഗിച്ചു. ഭൂതലത്തിൽ ചിതറിപ്പോകാനാണ് അവരോട് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? ഭൂതലത്തിൽ ചിതറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും. നമ്മളുടെ ഇത്രയും ടെക്നിക്കൽ ഒക്കെ ആയിട്ട് പോലും ഒരു 30 നില കെട്ടിടം വരെയൊക്കെ ഉണ്ട്. അതിൽ കൂടുതലില്ല. ഇതങ്ങനെയല്ല, ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം ഉണ്ടാക്കാനായിട്ടാണ് അവർ പ്ലാനിട്ടത്. അങ്ങനെ ഒരു ഗോപുരം പണിയൊക്കെ തുടങ്ങി. ഒരു ഭാഷയാണോ അവർക്കുള്ളത്. അവർ ഗോപുരം പണിതുകൊണ്ട് അവരത് നന്നായിട്ട് പ്രോഗ്രസ്സായി. അവർ വലിയ ഗോപുരം അങ്ങ് മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ യഹോവ ഈ ഗോപുരം കാണാനായിട്ട് വന്നപ്പോൾ യഹോവയ്ക്ക് മനസ്സിലായി. യഹോവയ്ക്ക് ഇതിനു മുമ്പ് അറിയാമായിരുന്നു. എന്നാൽ യഹോവയ്ക്ക് ഒരു കാര്യം അറിയാമായിരുന്നു, ഈ മനുഷ്യരെന്നും പാപസ്വഭാവമുള്ളവരാണ്. അവർ പറയുന്നൊന്നും കേൾക്കത്തില്ല. അവരോട് അത് അങ്ങനെ ഒരിടത്ത് തന്നെ താമസിച്ചാലുള്ള ദോഷമുണ്ട്. അതുകൊണ്ടാണ് ദൈവം അവരോട് ഭൂമിയിലെങ്ങും നിറയുവാനായിട്ട് പറയുന്നത്. ഒരിടത്ത് മാത്രം തിങ്ങിക്കൂടി ഒരു ഫ്ലാറ്റ് മേലായിട്ട് അങ്ങ് ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മറ്റുള്ളവർക്ക് വേണ്ടിയതായിട്ടുള്ള ബാക്കിയുള്ള ഭക്ഷണങ്ങളും സാധനങ്ങളും എല്ലാം വേണ്ടേ? അതെല്ലാം ആവശ്യമാണ്. ദൈവത്തിന് അതെല്ലാം അറിയാം. ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ദൈവം പറഞ്ഞ് നിങ്ങൾ എന്തു ചെയ്യണം? ഭൂമിയിൽ നിറയുവിൻ. എന്നാൽ അവർ ഒരു ഗോപുരം പണിത് അവർ ഒന്നിച്ച് താമസിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്തു. ദൈവം അവരുടെ ഭാഷയെ കലക്കി. ഒന്ന് ഓർത്ത് നോക്കുകയെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരു ഗോപുരം പണിതുകൊണ്ടിരിക്കുക, ഒരു വീട് പണിയുക, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ ഫ്ലാറ്റ് പണിയുമ്പോൾ ഭാഷ പല ഭാഷകളായിട്ട് അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷ അറിയത്തുമില്ല. അപ്പോൾ ഒരാൾ പറയും ഇഷ്ടിക എടുത്തുകൊണ്ട് വരാൻ, മറ്റേ ആൾ കേൾക്കുന്നത് എന്തായിരിക്കും? അവർക്കറിയത്തില്ല. അവർ മണ്ണെടുത്തുകൊണ്ട് വരും. വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ പശമണ്ണ് എടുത്തുകൊണ്ട് വരും, കുമ്മായം എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തുണ്ടാകും? ലഹളയുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള വഴക്കുണ്ടാകും. കാരണം ഇവർ പറയുന്ന ഒന്നും അവർക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. പറയുന്നതല്ല എടുത്തുകൊണ്ട് വരുന്നത്. അങ്ങനെ വന്നപ്പോൾ അവർക്ക് അവരുടെ പണിത് മുമ്പോട്ട് പോകുവാൻ അസാധ്യമായിട്ട് വന്നു. അപ്പോൾ ദൈവത്തെക്കാൾ ഉയരുവാനാണ് മനുഷ്യൻ വിചാരിക്കുന്നത്. എന്നാൽ ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ്. ദൈവമാണ് മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചത്. അവനേക്കാൾ വലിയവനാകുവാൻ, അവൻ്റെ ഹിതമനുസരിച്ചല്ലാതെ ജീവിക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. മനുഷ്യൻ ആഗ്രഹിച്ചു അവർക്ക് ഒന്നിച്ച് താമസിക്കണമെന്ന്. എന്നാൽ ദൈവം അവരോട് പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ നിറയുവിൻ. ഭാഷ കലങ്ങിയത് മുഖാന്തരമായിട്ട് അവർ പട്ടണം പണിയുന്നതും ഗോപുരം പണിയുന്നതും എല്ലാം നിർത്തിവെച്ചിട്ട് അവർ സർവ്വഭൂമിയിലേക്കും ഓരോ ഭാഷയുള്ളവർ ഓരോ ഭാഷക്കാർ ഓരോ സ്ഥലങ്ങളിലേക്ക് അങ്ങ് പോകുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. സർവ്വഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കളകിയാൽ ആ സ്ഥലത്തിന് ബാബേൽ എന്ന പേരായി. യഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു. നമുക്ക് നമ്മുടെ വാക്യം ഒന്നും കൂടെ പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചു. അവരോട് അരുളി ചെയ്തു നിന്നാൽ നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവി. ഇവിടെ നമുക്ക് അനേക പാഠങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ട്. ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യന് വേണ്ടി എല്ലാം ചെയ്തിട്ട് അവന് വേണ്ടി എല്ലാം കൊടുത്തിട്ട്, ഭക്ഷണത്തിനുള്ളതും ബാക്കിയുള്ള എല്ലാം കൊടുത്തിട്ട് അവനോട് പറഞ്ഞു നീ ഭൂമിയിൽ നിറവീനെന്ന് പറഞ്ഞു. അതിന് കാരണമുണ്ട്. ദൈവം സർവജ്ഞാനി ആയതുകൊണ്ട് ഭൂമിയിൽ നിറഞ്ഞെങ്കിലേ മനുഷ്യന് മുമ്പോട്ട് ജീവിച്ചു പോകുവാൻ സാധ്യമുള്ളൂ എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ഭൂമിയിൽ നിറയുവാൻ പറഞ്ഞത്. അത് അങ്ങനെ തന്നെ അനുസരിക്കേണ്ടത് ആവശ്യമായിരുന്നു. മൂന്നാമതായിട്ട് മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ച് ഗോപുരം പണിയുവാനായിട്ട് തുടങ്ങി. എന്നാൽ അവർക്ക് സാധിച്ചില്ല. അവരുടെ അധ്വാനം അത് വെറുതെയായിപ്പോയി എന്ന് മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് ദൈവത്താൽ അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. ദൈവത്താൽ അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ദൈവം പറയുന്നതനുസരിച്ച് ദൈവിക കൽപ്പന പ്രമാണിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കളായ ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിൽ വരുവാൻ സഹായിച്ചുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവായിട്ട് അങ്ങ് ജീവിക്കുന്നു, സ്തോത്രം. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അങ്ങ് പറയുന്നതനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ക്ഷമിക്കണം. നല്ല കുട്ടികളായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ഓക്കെ കുഞ്ഞുങ്ങളെ, കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മാത്രമല്ല ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിലും കൂടെ കൈ അമർത്താനായിട്ട് മറക്കരുത്. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.